അഷ്ടമുടി ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റിക്രിയേഷൻ ഹബിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊല്ലത്തെത്തി. തലശ്ശേരി മുതൽ ശിവഗിരി വരെയുള്ള വിവിധ പദ്ധതികൾ നേരിട്ട് സന്ദർശിക്കുന്നതിനായാണ് 3 ദിവസത്തെ കേന്ദ്രമന്ത്രിയുടെ യാത്ര. വൈകിട്ട് ശിവഗിരി സർക്കിട്ട്, ശാന്തിഗിരി പ്രസാദ് പദ്ധതി എന്നിവ സംബന്ധിച്ച യോഗവും നടന്നു. അഷ്ടമുടിയുടെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ച് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റീക്രിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനായുള്ള പ്രവർത്തനമാണ് തുടരുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം മറീന, പുനർജനി കോംപ്ലക്സ്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ട്രെയിൽ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, അഡ്വഞ്ചേഴ്സ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. തലശ്ശേരി മുതൽ ശിവഗിരി വരെ 2024 മുതൽ അനുവദിച്ച പദ്ധതികളുടെ വിലയിരുത്തലാണ് തുടരുന്നത്. 3 ദിവസമായുള്ള യാത്രയിൽ വിവിധ ജില്ലകളിലേക്ക് അദ്ദേഹം എത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടതിൽ തൃപ്തികരമായതും അല്ലാത്തതുമായ പ്രൊജക്ടുകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2024 മുതൽ നൽകിയ പദ്ധതി പ്രകാരമുള്ള പ്രോജക്റ്റുകളുടെ പ്രോജക്റ്റ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ പ്രോഗ്രസിന്റെ ഇവാലുവേഷന് വേണ്ടിയാണ് സെൻട്രൽ ടൂറിസം മിനിസ്ട്രി എന്നുള്ള ഉദ്യോഗസ്ഥരടക്കം തലശ്ശേരി തുടങ്ങി ശിവഗിരി വരെയുള്ള പ്രോഡക്ട്സ് മുഴുവൻ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിൽ 50 എണ്ണം ഇന്ത്യയിലായിരിക്കുമെന്നും കേരളത്തിലൊന്ന് ഉറപ്പായും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നുവരെ ഭാരതത്തിലുണ്ടാവാത്ത സ്വഭാവ സവിശേഷതകളുള്ള ആനന്ദത്തിന്റെയും എന്റർടൈൻമെന്റിന്റെയും ഒക്കെ പുതിയ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് ഉറപ്പാക്കിയിട്ടില്ല. ഇനി വരണം, പ്രോജക്ട്സ് വരണം. അതിൽ പ്രോജക്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിന് വേണ്ടിയും 2 പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ അതിന്റെ ബേസിക് സ്റ്റിപ്പുലേഷൻസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യണം. ശിവഗിരി സർക്കിട്ട് പദ്ധതിയുടെ അവലോകന യോഗത്തിലും ശാന്തിഗിരി പ്രസാദ് പദ്ധതി സംബന്ധിച്ച യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KTDC അക്വാലാൻഡിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പ്, ITDC തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ശിവഗിരി, ശാന്തിഗിരി ആശ്രമങ്ങളിലെ പ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. ജനം, കൊല്ലം.